കിഫ്ബിയിൽ പിടിമുറുക്കാൻ സംസ്ഥാന സർക്കാർ പ്രവർത്തനത്തിലും ധനസമാഹരണ രീതിയിലും മാറ്റം വരുത്തി വരുമാനമുണ്ടാക്കുന്ന പദ്ധതികളിലേക്ക് മാറും. ജീവനക്കാരുടെ അലവൻസ് കുറയ്ക്കാനും ആലോചനയുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കിഫ്ബി ഒരു ബോർഡ് യോഗം ചേരുന്നുണ്ട്. സെയ്ഫ് സൈൻ ലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സെയ്ഫ്, കിഫ്ബിയിൽ എങ്ങനെ പിടിമുറുക്കാനാണ് സർക്കാരിന്റെ പരിപാടി? കിഫ്ബിയെ സർക്കാരിൻ്റെ ഭാഗമാക്കി മാറ്റുക, ബജറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. കിഫ്ബി കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ധൂർത്ത് നടത്തിയെന്ന ആരോപണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ അടക്കം ഉന്നയിച്ചതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കിഫ്ബിയുടെ ഫണ്ടാണ് വ്യാപകമായി ഉപയോഗിച്ചതെന്ന വിമർശനമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ പണം അലവൻസായി നൽകുന്നുവെന്നടക്കമുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം വെട്ടിക്കുറച്ച് സർക്കാരിൻ്റെ അണ്ടറിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയ സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം. ധനസമാഹരണത്തിന് വേണ്ടി, ധനവിനിയോഗത്തിന് വേണ്ടി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അജണ്ട. ഇന്നലെ യോഗം ചേർന്നപ്പോഴും പുതിയ പദ്ധതികൾക്കൊന്നും അനുമതി നൽകിയിരുന്നില്ല. വി ഡി സതീശനാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ വകുപ്പ് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ധനം കണ്ടെത്താൻ വേണ്ടി, സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി, കിഫ്ബിക്ക് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി തരത്തിലേക്ക് പദ്ധതികളെ കൊണ്ടുപോവുക, അങ്ങനെയുള്ള പദ്ധതികളായിരിക്കും കൂടുതലായി ഇനി കിഫ്ബിയിൽ ഉൾപ്പെടുത്തുക. അതിനൊപ്പം തന്നെ ബജറ്റിന് പുറത്തേക്കാണ് ഇപ്പോൾ കിഫ്ബി പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ബജറ്റിനുള്ളിലേക്ക് അതിനെ കൊണ്ടുവരിക എന്ന കാര്യവും സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇപ്പോൾ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ കിഫ്ബിയുടെ വായ്പ വെട്ടിക്കുറയ്ക്കുന്നതോടുകൂടി സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. കിഫ്ബിക്ക് വരുമാനമില്ലാത്തത് കൊണ്ടാണ് അത് സർക്കാരിൻ്റെ ബാധ്യതയായി മാറുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അങ്ങനെയല്ല, ഇത് സർക്കാരിൻ്റെ കീഴിലേക്ക് തന്നെ കൊണ്ടുവരിക, അതിൽ പൂർണ്ണതോതിലുള്ള നിയന്ത്രണം ഏറ്റെടുക്കുക, അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യം. ഇന്നലെയും ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നു, ഇന്നും ചേരുന്നുണ്ട്. പുതിയ CEO കണ്ടെത്തണം. 19-ന് പുതിയ ബജറ്റാണ്. ബജറ്റിന് മുമ്പും മൊത്തത്തിലൊരു പൊളിച്ചെഴുത്ത്, അതാണ് പുതിയ സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഷാദ്.